ഒരു വർഷം കൊണ്ട് ജീവിതം 37 മടങ്ങ് മെച്ചപ്പെടാനായി ജപ്പാൻകാർ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ വിദ്യയുണ്ട്. ജീവിതത്തിൽ എന്തു തുടങ്ങിയാലും മടി പിടിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കൈസൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൂർണ്ണമായി തകർന്നുപോയ ജപ്പാൻ എന്ന രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയതും ഈ കൈസൻ എന്ന തത്വം ഉപയോഗിച്ചതുകൊണ്ടാണ്. ഇനി എന്താണ് കൈസൻ? കൈസൻ എന്നാൽ തുടർച്ചയായ ചെറിയ മുന്നേറ്റം എന്നാണ് അർത്ഥം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ പുതിയൊരു ശീലം തുടങ്ങാൻ ആരംഭിക്കുകയാണെങ്കിൽ ഈ ആരംഭശൂരത്വം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആദ്യ ദിവസം തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും ആദ്യ ദിവസങ്ങളിൽ. അതുപോലെ പഠിക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. ആദ്യമൊക്കെ ആ ഒരു ഉത്സാഹത്തിൽ നമ്മളത് ചെയ്യും. പിന്നെ കുറച്ച് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് മടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒറ്റയാഴ്ച കൊണ്ട് നമ്മൾ പെട്ടിമടക്കും. ഇവിടെയാണ് ജപ്പാൻകാർ കൈസൻ ഉപയോഗിക്കുന്നത്. കൈസൻ പറയുന്നത് ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരരുത് എന്നാണ്. പകരം 1% മാത്രം മെച്ചപ്പെടുത്തുക. 2 മണിക്കൂർ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ആദ്യ ദിവസം ഒരു 5 പുഷപ്പുകൾ എടുത്ത് തുടങ്ങുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂറൊക്കെ പഠിക്കുന്നതിന് പകരം ആദ്യ ദിവസം ഒരു 15 മിനിറ്റ് പഠിക്കുക. രണ്ടാമത്തെ ദിവസം 16 മിനിറ്റ്, 1 മിനിറ്റ് കൂടി കൂട്ടി പഠിക്കുക. മൂന്നാമത്തെ ദിവസം 17 മിനിറ്റ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മുൻപോട്ട് കൂടുതൽ സമയം പഠിക്കാൻ സാധിക്കും. പുസ്തകം വായിക്കാൻ മടിയാണെങ്കിൽ തുടക്കത്തിൽ 1 പേജ് മാത്രം വായിച്ചു തുടങ്ങുക. ലക്ഷ്യങ്ങൾ വളരെ ചെറുതാവുമ്പോൾ നമ്മുടെ തലച്ചോറിന് മടിയോ പേടിയോ ഒന്നും തോന്നത്തില്ല. അങ്ങനെ നമ്മൾ ദിവസവും അത് മുടങ്ങാതെ ചെയ്യും. അങ്ങനെ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും ശീലവുമായി മാറും. അങ്ങനെ ദിവസവും വെറും 1% വീതം നമ്മൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട്, അതായത് 365 ദിവസം കൊണ്ട് നമ്മൾ പഴയതിനേക്കാൾ 37 മടങ്ങ് മികച്ച മനുഷ്യരായി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ടൊയോട്ടോയുടെ സക്സസ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ ടൊയോട്ടോ കൈസൻ തത്വം ഉപയോഗിച്ചാണ് ലോകത്തിലെ ഏറ്റവും നല്ല കാർ നിർമ്മാതാക്കളായി മാറിയത്. അവർ ഫാക്ടറിയിലെ എല്ലാ തൊഴിലാളികൾക്കും ദിവസവും വരുത്തേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള അവസരം നൽകി. ആ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ടൊയോട്ടോ എന്ന കമ്പനിയെ ഇന്ന് ഇത്രയും വലിയ ഉയരത്തിലെത്തിച്ചത്. അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾക്കായി ഓടി പരാജയപ്പെടാതെ ഈ 1% മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.